പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ള ഒരു പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ സാക്ഷ്യം കേൾക്കുന്നതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾക്ക് നല്ല സമയത്തിനാണ് നന്ദിയോടെ സ്തോത്രം കർത്താവേ. അപ്പോൾ ഇന്നത്തെ സാക്ഷ്യത്തെ അപ്പച്ചൻ്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. അത് പറയാൻ കടന്നു വരുന്ന മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാക്ഷി അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമാക്കി അനേകരെ ശക്തിപ്പെടുത്തുന്നതിന് കർത്താവ് ഇടയാക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം. ആദ്യോടെന്തും കർത്താവിൻ്റെ കൃപ കൂടി ഇരിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചകനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് പ്രിയ മകള് ബ്ലസ്സി വി കുര്യനാണ്. പ്രിയ ബ്ലസ്സിയെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ആസാദിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ് മോളെ. പ്രൈസ് ലോർഡ്. സുഖമായിട്ടിരിക്കുന്നേ? സുഖം, സന്തോഷം, പോകുന്നു. അതെ അതെ, അക്സയാണ് നമുക്ക് നമ്പർ തന്നത്. എനിക്കത് 5-6 മാസം ആയെന്ന് തോന്നില്ലേ? അതെ അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് വയ്യാതൊക്കെ ആയി, ബുദ്ധിമുട്ടിലൊക്കെ. അതെ അതെ അതെ, അക്സയാണ് നമ്പർ തന്നത്. അന്നേരം ഇന്ന് നമുക്ക് അങ്ങനെ ആ സെക്ഷൻ ചെയ്യാൻ ദൈവം ഇടയാക്കി. അന്നേരം നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ബ്ലസ്സി എവിടെയാണ്, നാട്ടിൽ ജനിച്ചു വളർന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അതെല്ലാം ഒന്ന് പറയാം. ഓക്കെ, എന്റെ പേര് ബ്ലസ്സി. എന്റെ വീട് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ ആഞ്ഞിലുത്താൻ എന്ന് പറയും. വീട്ടില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, എനിക്ക് മൂത്ത ഒരു ബ്രദറുണ്ട്, രണ്ടാമത്തെ ആളാണ് ഞാന്. ഇളയാള് ഒരു അനിയത്തിയുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 മക്കളാണ്. പപ്പയും മമ്മിയും കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്, പാസ്റ്ററാണ്. മമ്മി നേഴ്സായിരുന്നു. പിന്നെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിന് ജോലിയൊക്കെ മാറ്റി പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ സമർപ്പിച്ചിറങ്ങി. അങ്ങനെ ഞങ്ങളുടെ പപ്പയൊക്കെ സുവിശേഷ വേലയില് പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ സംഭവം. അത് തൊട്ടാണ് എന്റെ ടെസ്റ്റ് മണി ശരിക്കും തുടങ്ങുന്നതെന്ന് വേണം പറയാൻ. അതെ, അതിന് പിന്നെ ട്രിവാൻഡ്രത്തോട്ട് പിന്നെ വന്ന് സെറ്റിൽ അത് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അയച്ചേക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അതെ, അദ്ദേഹം പാസ്റ്ററാണ്. ഇപ്പൊ ഞങ്ങള് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കീഴില് വെള്ളയണി എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഹസ്ബൻഡിന്റെ പേരെന്താ മോളെ? പാസ്റ്ററുടെ പേര് അലക്സ് മാത്യു എന്നാണ്. അലക്സ് മാത്യു. അതെ, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാളൊരു മോനാണ്, രണ്ടാമത്തെ ആള് മോളാണ്. എന്താ പ്രായം എന്തൊക്കെയാണ്? മോന് 6 വയസ്സ്, മോൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സേ ആയിട്ടുള്ളു. അത് ശരി. മോള് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനൊരു നേഴ്സാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ മോളെ. അന്നേരം ഇനി നമുക്ക് സാക്ഷിയെല്ലാം മോള് തുടക്കം മുതൽ പറയാം. അതെ, പറയാം. ഞാൻ പറഞ്ഞാൽ തന്നെ എന്റെ പപ്പായും മമ്മിയും കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. അപ്പൊ ഞാനൊരു 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പപ്പയൊക്കെ പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, എറണാകുളം ജില്ലയിൽ പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചർച്ചിലൊരു ഫാസ്റ്റിംഗ് പ്രെയർ നടത്തി, ഒരു കുറച്ച് ലോങ് ഡേയ്സ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് പ്രെയർ. അപ്പം അന്നത്തെ ആ ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞപ്പം എല്ലാരും പറഞ്ഞു ഫാസ്റ്റിംഗ് ഒക്കെ അല്ലേ, അപ്പം കുറച്ച് സോഡ വാങ്ങിച്ച് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാരും പോയി സോഡയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം പപ്പ സോഡ പൊട്ടിക്കുന്ന സമയത്ത് ഒരു ടേബിളിന്റെ അറ്റത്ത് വെച്ചിട്ടാ പൊട്ടിച്ചത് സോഡയുടെ കുപ്പി. അപ്പൊ പൊട്ടിച്ചപ്പോഴത്തേക്കും അതിന്റെ ആ ഒരു പ്രഷർ കാരണം അത് നേരെ വന്ന് പപ്പയുടെ കണ്ണിലോട്ട് അങ്ങ് അടിച്ചു. അങ്ങനെ പപ്പയുടെ കണ്ണിന്റെ പകുതിയോളം അങ്ങ് പോയി, മുറിഞ്ഞ് അത് മൊത്തത്തിൽ അങ്ങ് പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് കണ്ടോണ്ടാണ് മക്കളാകുന്ന ഞങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ കണ്ടപ്പോ ഞങ്ങളൊക്കെ വലിയവായി കരഞ്ഞു, അയ്യോ ഞങ്ങളുടെ പപ്പായ്ക്ക് എന്തോ പറ്റി. അപ്പൊ കണ്ണിന്റെ അത്രയും ഭാഗം അങ്ങ് പോയി. അങ്ങനെ പപ്പായെ പെട്ടെന്ന് ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി ചെയ്യണം, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കണ്ണിന്റെ പകുതിയോളം അത്രയും മുറിഞ്ഞു പോയത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് എന്റെ മമ്മിയെ സംബന്ധിച്ച് മമ്മിക്ക് സമ്പാദ്യം എന്ന് പറയാൻ ഞങ്ങൾ ആകെ 3 മക്കൾ മാത്രമേ ഉള്ളൂ. വേറെ കയ്യിൽ ഒരു പൈസയും ഒന്നുമില്ല. പെട്ടെന്ന് വന്നൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് കയ്യിൽ ഒന്നുമില്ല. മമ്മി ആശുപത്രിയിൽ ഇരുന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങൾക്ക് ദൈവമല്ലാതെ വേറെ ആരും ഇല്ല ആശ്രയിപ്പാൻ. ഈ ഒരു സാഹചര്യത്തിൽ അന്നത്തെ ഒരു കാലഘട്ടം, ഞാനൊരു 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയം, എനിക്കൊന്ന് 2004-2005 ആ ഒരു കാലഘട്ടം ആയിരിക്കും, എനിക്ക് ഓർമ്മയില്ല അത്രയ്ക്കും. അപ്പം ആ സമയത്തൊക്കെ ഇപ്പൊ ഒരാൾ വിചാരിച്ചാൽ അക്കൗണ്ടിലോട്ട് പൈസ ഇടാനാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ട്. അന്നേ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു എമർജൻസി ഉണ്ട്, ഇച്ചിരി കാശ് വേണം എന്ന് പറയാനും പറ്റാത്തൊരവസ്ഥ. അപ്പൊ പപ്പയുടെ മമ്മിയുടെ വീട് തിരുവല്ലയിലായോണ്ട് ബന്ധുക്കാർക്കാണെങ്കിലും ഓടി എറണാകുളത്തോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി.
അങ്ങനെ മമ്മി അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് ദൈവമല്ലാതെ വേറെ ആരുമില്ല ഈ ഒരു സാഹചര്യത്തിൽ. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ സർജറി ചെയ്യാനുള്ള പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ടും മമ്മി ഒരു തീരുമാനം എടുത്ത് സർജറി ഒന്നും വേണ്ട, ഈ ഒരു അവസ്ഥയിൽ തന്നെ വീട്ടിലേക്ക് പോകാം എന്നൊരു തീരുമാനം എടുത്ത് ഇരിക്കുമ്പോഴാണ്, ഞങ്ങൾക്ക് പോലും അറിയാത്ത, അല്ല മമ്മിക്ക് പേരും അറിയത്തില്ല, ഒന്നും അറിയാത്ത ഒരാള് അന്ന് സർജറിക്ക് വേണ്ട പൈസ മൊത്തം അടച്ച് പപ്പായുടെ സർജറി മൊത്തം ചെയ്യാനായിട്ട് പറ്റി. അത് എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് ഓർമ്മയില്ല, എന്നാൽ പോലും മമ്മി പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ആ ഒരു സാഹചര്യം, അന്നത്തെ ആ സിറ്റുവേഷൻ ഒക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞങ്ങൾ കരയുന്നതും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതും ഒക്കെ. അപ്പൊ അത് കഴിഞ്ഞ് ഞാനൊരു 6-7 കാലഘട്ടമൊക്കെ ആയി ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ തിരുവല്ലയിലോട്ട്, എറണാകുളത്തു നിന്ന് ഞങ്ങൾ തിരുവല്ലയിലോട്ട് വന്നു, ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് വന്നു. അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, അപ്പൊ കളിക്കുന്ന ഒരു പരുവാ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു സൈക്കിള് വേണമെന്ന്. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടികളുടെ അടുത്തൊക്കെയാ പോയി ഞങ്ങൾ കളിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ നല്ല സൈക്കിളുണ്ട്. അപ്പൊ അവരോട് പോയി ചോദിച്ചിട്ട് സൈക്കിൾ തരാവോ തരാവോ എന്ന് ചോദിച്ചാണ് നമ്മളിങ്ങനെ കളിക്കാനൊക്കെ സൈക്കിളൊക്കെ ചവിട്ടുന്നത്. അന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഒരു സൈക്കിൾ വേണമെന്ന്. അപ്പൊ ഞാൻ നേരെ ചെന്ന് പപ്പായോടും മമ്മിയോടും പറഞ്ഞു, മമ്മി എനിക്കൊരു സൈക്കിൾ വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പൊ മമ്മി പറഞ്ഞു, മോനെ നമ്മള് കർത്താവിന്റെ വേലക്കാരാ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു സൈക്കിൾ വാങ്ങിക്കാനുള്ള പൈസ ഒന്നുമില്ല, കുഞ്ഞ് പ്രാർത്ഥിക്ക്, യേശുപ്പിച്ച് നിനക്ക് തരും, ഏത് കളറിലെ സൈക്കിളാണോ വേണ്ടത് ആ കളർ പറഞ്ഞു വെച്ച് യേശുപ്പിച്ചിനോട് പ്രാർത്ഥിക്ക്, യേശുപ്പിച്ചിന് അത് തരുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കുള്ള മറുപടി നിരാശയായിരുന്നു, അയ്യോ പിന്നെ ഇപ്പൊ സൈക്കിൾ കിട്ടത്തില്ലല്ലോ. ഞാൻ എന്നിട്ട് നേരെ ചെന്ന് പപ്പായോട് ചോദിച്ചു, പപ്പ എനിക്കൊരു സൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹം, എനിക്കത് വാങ്ങിച്ചു തരും. അപ്പം പപ്പായും പറഞ്ഞു, മോനെ എന്റെ കയ്യിൽ ഒരു പൈസ ആയാലും നീ പ്രാർത്ഥിക്ക്, യേശുപ്പിച്ചൻ തരും. അപ്പം എനിക്ക് മനസ്സിലായി പപ്പായോടും മമ്മിയോടും ചോദിച്ചിട്ട് കാര്യമില്ല, ഇനി എനിക്ക് യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, യേശുപ്പച്ച എനിക്കൊരു സൈക്കിൾ വേണം, മെറൂൺ കളറിലെ ഒരു സൈക്കിൾ വേണം. അങ്ങനെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ആരോടും പറയുന്നില്ല പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നും. ഞാൻ തന്നെ മുറിയിലിരുന്ന് യേശുപ്പച്ചനോട്, യേശുപ്പച്ച എനിക്കൊരു സൈക്കിൾ വേണം, സൈക്കിൾ വേണം. അങ്ങനെ ഒരു ദിവസം തുണ്ടിപ്പറമ്പിലെ ജോയിച്ചാണെന്ന് പറയും. അപ്പൊ അങ്കിൾ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രത്യേക സാഹചര്യം ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നപ്പം എന്നോട് പറഞ്ഞു, എടി ഞാൻ നിനക്കൊരു സൈക്കിൾ തരാം, നീ എന്റെ കൂടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, യേശുപ്പച്ച അയ്യോ എനിക്ക് സൈക്കിൾ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു. അങ്ങനെ സൈക്കിൾ എടുക്കാൻ ഞാൻ ജോയപ്പച്ചന്റെ കൂടെ പോയി. സൈക്കിൾ കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ പോലും ഞെട്ടിപ്പോയി. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഏത് കളറാണോ ആ കളറിൽ, അതേ സെയിം കളറിലെ ഒരു സൈക്കിൾ എനിക്ക് കിട്ടി. ഇതൊക്കെ എന്റെ കുഞ്ഞുനാളിലുള്ള കുഞ്ഞു അനുഭവങ്ങളാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിസ്സാരം പോലെ തോന്നിയാലും ദൈവം നമ്മുടെ ആ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, നിസ്സാരമാകുന്ന പോകുന്ന പോലെ നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങളെ ദൈവം അത് കണ്ടിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു എന്നുള്ളത് വലിയ ഒരു ഉദാഹരണമായിരുന്നു എന്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു +2 ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ചർച്ചിൽ, ഞാൻ അനിൽത്താന IPC പെനിയൽ ചർച്ചിലാണ് കൂടുന്നത്. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ JVP ട്രങ്കിളും നിർമ്മല ആന്റിയും കൂടെ ഈ മ്യൂസിക്കൽ ക്ലാസ് പഠിപ്പിക്കാനായിട്ട്, കീബോർഡ്, ഗിറ്റാർ ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് വന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം എനിക്ക് ഗിറ്റാർ പഠിക്കണമെന്ന്. അങ്ങനെ ഞാന് മമ്മിയോടും പപ്പായോടും പണ്ടത്തെ പോലെ തന്നെ എന്റെ ആഗ്രഹങ്ങൾ ചെന്ന് ഞാൻ പറഞ്ഞു, മമ്മി പപ്പ എനിക്ക് ഗിറ്റാർ പഠിക്കണമെന്ന് ഭയങ്കര, എനിക്ക് പാടാനും ഇതൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു, മമ്മി എനിക്ക് ഇങ്ങനെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്കൊരു ഗിറ്റാർ വേണം എന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, മോനെ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇല്ല, നിങ്ങൾ കർത്താവിന്റെ വേലക്കാരാ, ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല, അതുകൊണ്ട് കുഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പം എനിക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചാലേ എനിക്ക് കിട്ടത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ പോയി പ്രാർത്ഥിച്ച്, യേശുപ്പച്ചാ എനിക്കൊരു ഗിറ്റാർ വേണം, എനിക്ക് പാട്ടൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, യേശുപ്പച്ചാ എനിക്കൊരു ഗിറ്റാർ വേണം. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങളുടെയൊക്കെ വീട് എന്ന് പറഞ്ഞാൽ ബന്ധുക്കാരുടെയൊക്കെ വീട് അടുത്തടുത്തുള്ള വീടുകളാണ്. അപ്പൊ എല്ലാ ദിവസവും ഞാൻ ആ വീട്ടിലൊക്കെ കളിക്കാനും എല്ലാത്തിനും വന്ന് മാത്രം ഞാൻ പോയില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അന്ന് എന്റെ കസിൻ ചേച്ചി ചോദിച്ചു, എന്തിയെ ബ്ലസ്സി, എന്തിയെ ബ്ലസ്സിയെ കണ്ടില്ലല്ലോ വത്സമ്മ ആന്റി, എന്റെ മമ്മിയാ വത്സമ്മ എന്ന് പറയുന്നത്. അപ്പം എന്തിയെ ആന്റിയും ചോദിച്ചു. അപ്പൊ മമ്മി പറഞ്ഞു, അവൾ ഭയങ്കര പ്രാർത്ഥനയല്ല, അവൾക്ക് ഗിറ്റാർ പഠിക്കണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫീസ് ഇല്ല പഠിക്കാൻ, അതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചി പറഞ്ഞു, അയ്യോ അത്രേ ഉള്ളോ കാര്യം, അത് ഞങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അവർക്ക് എത്ര നാൾ പഠിക്കണോ അത്രയും നാളത്തെ ഫീസ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി എനിക്ക് ഫീസിനുള്ള കാര്യങ്ങളെല്ലാം തന്നു. അപ്പൊ ജയമോളെ ചേച്ചി ഞങ്ങൾക്ക് ഫീസ് തന്നു. അപ്പൊ എനിക്ക് പഠിക്കണമെങ്കിൽ ഗിറ്റാർ വേണം, ഗിറ്റാർ ഇല്ലാതെ നമുക്ക് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാനാണെങ്കിൽ ഗിറ്റാറിന് വേണ്ടിയിട്ട് അടുത്ത് പ്രാർത്ഥിച്ചു, യേശുപ്പിച്ച എനിക്കൊരു ഗിറ്റാർ വേണം പഠിക്കാനായിട്ട്, യേശുപ്പിച്ച എനിക്ക് തരണേ എന്ന് പറഞ്ഞ് അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ചർച്ചിൽ തന്നെയുള്ള ബീച്ചാണെന്ന് ഞങ്ങൾ വിളിക്കും,
ബീച്ച വന്നിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, പ്ലസ് നീ ഗിറ്റാർ പഠിക്കാനൊക്കെ കയറില്ല, നിനക്ക് ഗിറ്റാറാണ്? ഞാൻ പറഞ്ഞു ഇല്ല ബീച്ച, എനിക്ക് ഗിറ്റാർ എന്നാ ഞാൻ അത് നിനക്ക് തരാം. അങ്ങനെ എനിക്ക് ഗിറ്റാർ കിട്ടി. അങ്ങനെ പഠിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു കാലം അങ്ങനെ കഴിഞ്ഞു. പിന്നീട് ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചതൊക്കെ. അപ്പൊ അവിടെ വെച്ചാണ് ഞാൻ അക്സമാമിനെ കാണുന്നത്. അക്സമാം എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ എന്റെ ട്യൂട്ടർ ആയിരുന്നു, എന്നെ പഠിപ്പിച്ച ആളായതുകൊണ്ട് മാം മാം എന്ന് വിളിച്ച് വിളിച്ച് അങ്ങനെ ആയതാ. ആ സ്നേഹബന്ധം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇയർ പഠിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഇയർ പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു നഴ്സിംഗ്. ഞങ്ങൾക്ക് പഠിച്ചു കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വെളുപ്പാങ്കാലം 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. കാരണം അത്രത്തോളം പഠിക്കാനും എഴുതാനും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ എക്സാം എല്ലാം എഴുതി കുഴപ്പമില്ലാതെ വന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പം ഞാന് സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന് 8 മാർക്കിന് ഫെയിൽ ആയിപ്പോയി. ബാക്കി എല്ലാ സബ്ജക്റ്റിനും പാസ്സായി, പക്ഷെ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന് മാത്രം 8 മാർക്കിന് ഞാൻ ഫെയിൽ ആയിപ്പോയി. ഭയങ്കര വിഷമായി പോയി. എന്ത് ചെയ്യും കർത്താവ്? ഇനി ഞങ്ങളുടെ മുമ്പിലുള്ള എന്റെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റീ ഇവാലുവേഷൻ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ റീ എക്സാം തന്നെ എഴുതണം. അപ്പൊ എന്നെ സംബന്ധിച്ച് വീണ്ടും എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് വെളുപ്പാങ്കാലം വരെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഇനിയും വീണ്ടും അതുപോലെ പഠിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അത്രയും കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് പഠിക്കാൻ. അപ്പൊ ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റീ ഇവാലുവേഷൻ ആണ്. അപ്പം റീവാലുവേഷന് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ റീവാലുവേഷൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ ഇപ്പം 1 മാർക്ക് 2 മാർക്ക് ആണെങ്കിൽ ഓക്കെ, റിവാലുവേഷൻ ചെയ്താൽ നമുക്ക് കിട്ടും. എനിക്ക് കിട്ടാനുള്ളത് 8 മാർക്കാണ്. അപ്പം ഞങ്ങളുടെ ക്വസ്റ്റ്യൻ, ഞാൻ GNM നേഴ്സ്, അപ്പൊ ഞങ്ങളുടെ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് 1 വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ 5 മാർക്ക് പിന്നെ ഒക്കെയാണ്. അപ്പൊ ഇതിനകത്ത് 8 മാർക്ക് കിട്ടാനുള്ള ഒരേ ഒരു സാധ്യത എസ്സേക്കാണ്. ഞങ്ങൾക്ക് അന്ന് 3 എസ്സേ 2 എസ്സേ ഏതാണ്ട് ഉണ്ടായിരുന്നു എഴുതാനായിട്ട്. ഞാനാണെങ്കിൽ ആകപ്പാട് ഒരു എസ്സേ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ ആ പ്രതീക്ഷ എല്ലാം പോയി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ അന്ന് വൈകിട്ട് വന്നിട്ട് ബൈബിള് വായിക്കാനായിട്ട് ഇരിക്കുക. ബൈബിൾ വായിക്കാനായിട്ട് ഇരുന്നപ്പം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളുണ്ട്. അപ്പം അതിനകത്ത് 2 കുരുടന്മാര് വന്നിട്ട് ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേന്ന് പറയുമ്പം യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന്. ഈ വാക്യം എന്നോട് ശക്തമായിട്ട് സംസാരിച്ച്, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ബൈബിൾ അടച്ചു വെച്ചിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ എനിക്കറിയാം എന്റെ യേശുപ്പിച്ചാൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. എനിക്ക് എന്റെ സൈക്കോളജി എന്ന സബ്ജക്ട് പാസ് ആകണമെങ്കിൽ എനിക്ക് 8 മാർക്ക് വേണം. ഞാൻ കൂടുതൽ ഒന്നും ആഗ്രഹിക്കുന്നില്ല യേശുപ്പിച്ചാ, എനിക്ക് ആ 8 മാർക്ക് തന്നെ എന്നെ പാസ്സാക്കണമേ. എന്റെ മുമ്പിൽ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഇത് അസാധ്യമായ ഒരു കാര്യം, പക്ഷെ ദൈവത്താൽ ഇത് സാധ്യമാകും. അങ്ങനെ ഞങ്ങള് അങ്ങനെ പ്രാർത്ഥിച്ച് ലീവായി വീട്ടിൽ വന്നപ്പോൾ ആരും കാണാതെ രാത്രിയിലിരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, യേശുപ്പിച്ച എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സബ്ജക്ട് പാസ്സായി പറ്റത്തുള്ളൂ. കാരണം എന്നെ നഴ്സിംഗ് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ അമേരിക്കയിലുള്ള അമേരിക്ക അമ്മച്ചിയൊക്കെയാ പഠിപ്പിക്കുന്നത്. അപ്പം എനിക്കൊരു കടമയുണ്ട്, എങ്ങനെയെങ്കിലും പാസ്സാകണം. കാരണം അവരുടെ പൈസയും എനിക്ക് കളയാൻ പറ്റത്തില്ല. ഫെയിലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ രാത്രിയിൽ ആരും കാണാതെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റിസൾട്ട് വന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയത്തില്ല എങ്ങനെ എനിക്ക് ആ 8 മാർക്ക് കിട്ടിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. റിവാലുവേഷന്റെ റിസൾട്ട് വന്നു. 8 മാർക്ക് എന്നുള്ളിടത്ത് എനിക്ക് 9 മാർക്ക് കിട്ടി. ആ സബ്ജക്റ്റിന് പാസ്സാവാൻ പറ്റി. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ ഭയങ്കര പാടാണ്. എക്സാം ടൈം എന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു സമയമാണ്. അപ്പൊ ഞങ്ങൾ മെഡിക്കൽ സർജിക്കൽ എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട് തേർഡ് ഇയർ ഒക്കെ വന്നപ്പോൾ. ഞാൻ മെഡിക്കൽ സർജിക്കൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു ടഫായിട്ട് തോന്നി ആ ഒരു സബ്ജക്ട്. ഞാൻ എക്സാം ഒക്കെ അടുത്ത് വന്നു. ഞങ്ങൾ സ്റ്റഡി ടൈം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ കൈവച്ച് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ഒരു ടോപ്പിക്കിലോട്ട് കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് എന്റെ എക്സാമിന് ഈ ഒരു ടോപ്പിക് എനിക്ക് വരണം. എനിക്ക് ഈ എക്സാമിന് പാസ്സായേ പറ്റത്തുള്ളൂ. ഫെയിൽ ആവാൻ എന്റെ ദൈവം എന്നെ അനുവദിക്കരുതെന്ന് പറഞ്ഞു കൈ വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഈ സബ്ജക്ട് തന്നെ എന്റെ എക്സാമിന് വരണേന്നും പറഞ്ഞു. അങ്ങനെ എക്സാം ഹാളിൽ പോയി. എക്സാം ഹാളിൽ ചെന്ന് ഞാൻ ആദ്യം നോക്കുന്ന ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ, ആ പഠിച്ച സബ്ജക്ട് വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. നോക്കുമ്പോ ആ ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരാൾ എക്സാം ഹാളിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ക്വസ്റ്റ്യൻ്റെ അകത്തൊരു ചേഞ്ച് ഉണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ കർത്താവ്, ഇതേ എനിക്ക് അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ, ഇനി അടുത്ത ക്വസ്റ്റ്യനും കൂടെ ചേഞ്ചും കൂടെ വന്ന് ഇനി ഞാൻ എന്തോ എഴുതി വെക്കും പേപ്പറിനകത്ത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴേ എനിക്ക് ആകെ മൊത്തത്തിൽ ടെൻഷൻ ആയിപ്പോയി. പെട്ടെന്ന് വന്നിട്ട് ക്വസ്റ്റ്യൻ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞ എസ്സേക്കകത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പോയ അതേ ക്വസ്റ്റ്യൻ തന്നെ. അത് തന്നെ അവർ ആ ക്വസ്റ്റ്യൻ നമുക്ക് പേപ്പറിനകത്ത് തന്ന ക്വസ്റ്റ്യൻ വെട്ടിയിട്ട്
അവര് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയ ആ ക്വസ്റ്റ്യൻ എനിക്ക് തന്നു. അപ്പൊ ഞാൻ ആരും നോക്കാതെ, ഞാൻ ആരെയും നോക്കിയില്ല, ആരൊക്കെ അവിടെ ഉണ്ട്, എക്സാം സെന്ററിൽ ആരുണ്ടെന്ന് തോന്നുന്നു, അവിടെ നിന്ന് കൈ ഉയർത്തി എന്റെ കർത്താവ് യേശുപ്പിച്ച നന്ദി എന്ന് പറഞ്ഞു, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ ആ എക്സാമിനും എനിക്ക് പാസ്സാവാൻ പറ്റി. പിന്നീട് ഈ ജോലിക്കൊക്കെ കയറി 2018 എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഒരു ദേവദാസനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. സുവിശേഷ വേലയൊന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനം എടുത്ത ഒരു വ്യക്തിയായിരുന്നു ഞാന്. പക്ഷെ എന്റെ പപ്പായും മമ്മിയും സുവിശേഷ വേല നിമിത്തം ഒത്തിരി കഷ്ടത അനുഭവിച്ച വ്യക്തികളായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴൊക്കെ എപ്പോഴും പപ്പായ്ക്കും മമ്മിക്കും ജീവിതത്തിൽ എപ്പോഴും ഭയങ്കര കഷ്ടതയാണ്. ഞങ്ങളെ വളർത്താനാണെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു ആഹാരം തരാനാണെങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു വസ്ത്രം ഞങ്ങൾക്ക് തരാനാണെങ്കിലും പപ്പായും മമ്മി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സുവിശേഷ വേല എന്റെ ചിന്തയിൽ കഷ്ടതയുടെ ഒരിതാണ്, കഷ്ടത മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നീട് ഞാൻ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും വിടുതലും ആലോചിച്ചപ്പം സുവിശേഷ വേല ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കർത്താവിനെ അറിയുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കരുതലോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, അത് എന്നെ ഭയങ്കരമായിട്ട് മനസ്സിനോട് എന്നെ എന്റെ മനസ്സിൽ ഒരുപാട് സന്ദർശിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാനും ഇറങ്ങി, എന്റെ പപ്പായും മമ്മിയും കരുതി യേശുപ്പച്ചൻ എന്നെയും കരുതും. ഒരു പ്രത്യേക കരുതൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവർക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് അവരുടെ ജീവിത അനുഭവത്തിൽ നിന്നുള്ള സത്യമായ കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സമർപ്പിച്ച് ഒരു ദേവദാസിനെ വിവാഹം കഴിച്ചു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നന്റ് ആയി. പ്രഗ്നന്റ് ആയി. ആ ഒരു പ്രഗ്നൻസി ഒരു 2 മാസേ പോയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് ആയി. അത് അബോർഷനായി പോയി. അബോർഷനായി. പിന്നെ ശരീരത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയി. SIT മെഡിക്കൽ കോളേജിൽ ഞാൻ അഡ്മിറ്റ് ആയി, ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിട്ട്. പിന്നെ അതൊക്കെ മാറി, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ചർച്ചിൻ്റെതായ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കയറി, കൺവെൻഷനൊക്കെ. അപ്പൊ ഞാൻ കൺവെൻഷന്റെ ഒക്കെ ഭയങ്കര തിരക്കിലായിരുന്നു. എല്ലാ വരുന്നവർക്കൊക്കെ ദേവദാസന്മാർക്ക് ഫുഡ് കൊടുക്കണം, കൊയർ മെമ്പേഴ്സ് ഉണ്ട്, അപ്പൊ കൊയറിൽ പാടണം. അങ്ങനെ ഞാൻ ഭയങ്കര തിരക്കിലായിട്ടൊക്കെ അങ്ങനെ മാറി. അപ്പം 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റ് ആയിട്ട് ആ മാസം വന്നില്ല. രണ്ടാമത്തെ അബോർഷൻ കഴിഞ്ഞ് 2-മത്തെ മാസം ആയപ്പോഴത്തേക്കും അപ്പൊ എന്റെ മനസ്സിൽ മൊത്തം ചിന്ത, എനിക്ക് നേരത്തെ അബോർഷൻ ആയി പോയതിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിരിക്കും, എനിക്കൊരു ഇൻഫെക്ഷൻ ആയി കാണും, എനിക്ക് ബുദ്ധിമുട്ടായി, അപ്പം എന്തോ ഒരു കുഴപ്പം എനിക്കുണ്ട്. അപ്പം കൺവെൻഷൻ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനം എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഒരുപാട് മെസ്സേജസ് അക്സമാം, അതായത് എന്നെ പഠിപ്പിച്ച ആക്സ കെ പീറ്റർസൺ എന്ന് പറയുന്ന അക്സമാം എന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എനിക്ക് കുറേ മെസ്സേജ്. അപ്പം ഈ കൺവെൻഷന്റെയും ഇതെല്ലാം ഇങ്ങനെ ചർച്ചിന്റെ ഇതൊക്കെ തിരക്കായതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാനോ ഫേസ്ബുക്കിൽ കയറി നോക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ അക്സമാമിന്റെ കോള് മെസ്സേജും ഒക്കെ ഒരുപാട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ദൈവമേ, അക്സമാമിന് ഇനി എന്തോ പറ്റി, എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കണേ മോനെ, വിളിക്കണേ മോനെ എന്ന് പറഞ്ഞ കുറേ മെസ്സേജ് വന്നു. ഇനി അക്സമാമിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എല്ലാം ആയോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പൊ തന്നെ അക്സമാമിനെ വിളിച്ചു. അപ്പൊ അക്സമാം എന്നോട് പറഞ്ഞത്, മോനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് സംസാരിച്ചു, കുഞ്ഞ് ഉദര സംബന്ധമായ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാ അക്സമാം. അക്സമാം പറഞ്ഞത് കറക്റ്റ്. എനിക്ക് 2 മാസമൊക്കെ മുന്നേ എനിക്ക് അബോർഷനായി. അതിനുശേഷം എനിക്ക് ഇപ്പൊ 2-മത്തെ മാസമായിട്ട് പീരീഡ്സ് ആയില്ല. അപ്പൊ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, ഇൻഫെക്ഷൻ ആണെന്നാ തോന്നുന്നത്, എന്താണെന്ന് അറിയത്തില്ല, ആകപ്പാടെ ഞാൻ വിഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാന്ന് ഞാൻ പറഞ്ഞു. അപ്പം പെട്ടെന്ന് അക്സമാം എന്നോട് പറഞ്ഞു, മോനെ നീ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ശരിക്കും പറഞ്ഞ എന്റെ മനസ്സിലും അല്ലാതെ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ റിജക്ട് ചെയ്തു. അതിന്റെ ഒരു ആവശ്യമില്ല അക്സമാം, അങ്ങനെ സാധ്യതകളൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അക്സമാം വീണ്ടും പറഞ്ഞു, ഇല്ല മോനെ, ദൈവാത്മാവ് എന്നോട് അങ്ങനെയാ പറയുന്നത്, മോൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടേ പോകാവൂ. പിന്നെ ഞാൻ ഓർത്ത്, ശരി അക്സവം പറഞ്ഞതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ പോയി. അപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ എനിക്ക് 100% ഉറപ്പാണ് ഞാൻ പ്രഗ്നന്റ് അല്ല എന്നുള്ളത്. ഞാൻ അങ്ങനെ അക്സമാമിന്റെ ആ വാക്ക് കേട്ട് പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പ്രഗ്നന്റാ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. ദൈവമേ, അബോർഷനായി, ഇപ്പൊ വീണ്ടും പ്രഗ്നന്റ് ആയി, ഇനി ഞാൻ എന്തോ ചെയ്യും, ഭയങ്കര ഒരു ടെൻഷനായി പോയി. പിന്നെ ആ ടെൻഷനൊക്കെ അങ്ങ് മാറി. എനിക്ക് പക്ഷെ ആ ഒരു പ്രഗ്നൻസി ഫുള്ള് ഭയങ്കര ഛർദിലായിരുന്നു. എനിക്ക് ഒന്നും കഴിക്കാൻ വയ്യ. ഹൈപ്പർ എമസിസ് എന്ന് പറയും. എന്ന് വെച്ചാൽ വെള്ളം കുടിച്ചാൽ പോലും ഞാൻ അങ്ങ് ഛർദ്ദിക്കും.
എനിക്ക് ഛർദ്ദിച്ച് ഞാൻ അവശ്യ നിലയിലായി. എനിക്ക് ഒന്നും കഴിക്കാൻ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകും, തിരിച്ചു വരും. എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിലെ വീട്ടിൽ വരും, ഹോസ്പിറ്റലിലെ വീട്ടിൽ വരും. ഇതിനിടയിൽ കൂടെ എനിക്ക് ബ്ലീഡിങ് ആവാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ആയി. അപ്പം ഹോസ്പിറ്റലിൽ പോയി ഞാൻ മടുത്തു. പിന്നെ എനിക്ക് ബ്ലീഡിങ് വരുമ്പോൾ ഞാൻ വീട്ടിൽ പറയത്തില്ല എനിക്ക് ഇങ്ങനെ ഒരു ബ്ലീഡിങ് ആയത്. കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വയ്യ. അത്രത്തോളം ഞാൻ ശരീരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു 4.5 മാസമൊക്കെ ആയപ്പം ഡോക്ടർ പറഞ്ഞു, ബ്ലസ്സി നിനക്ക് അനോമാലി സ്കാനിങ് നമുക്ക് നേരത്തെ ഒന്ന് ചെയ്തു നോക്കാം. ഒരു 4.5 മാസം 5 മാസം ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അനോമാലി സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ്ങും വോമിറ്റിങ്ങും ഒക്കെ വന്ന് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് നേരത്തെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അനോമാലി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയി. അന്ന് അനോമാലി സ്കാനിങ് ഒരുപാട് സമയം എടുക്കും. അപ്പൊ അന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരമായിട്ടും അനോമാലി സ്കാനിങ് ചെയ്തിട്ട് എന്നെ വിടുന്നില്ല. അപ്പം ഡോക്ടർ 2-3 പ്രാവശ്യം എന്നെ സ്കാൻ റൂമിൽ കയറ്റി സ്കാൻ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്ലസ്സി നീ വീട്ടിലോട്ട് പോകരുത്, നേരെ ലേബർ റൂമിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറിനെ കണ്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടർ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് സ്കാൻ റൂമിലെ ഡോക്ടർ പറഞ്ഞു, നിന്റെ സെർവിക്സ് ഭയങ്കര ഷോർട്ട് ആയിട്ട് ഇരിക്കുക, അപ്പം അതിന് സ്റ്റിച്ച് ഇടേണ്ടി വരും, അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നീ ലേബർ റൂമിലേക്ക് നേരെ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ അഡ്മിറ്റ് ആവാനുമായിട്ടുള്ള രീതിയിലല്ല വന്നത്, സ്കാനിങ്ങിനാണ്. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു കാരണവശാലും നീ വീട്ടിൽ പോകരുത്. വീട്ടിൽ പോയാൽ നീ വീട് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ നിന്റെ കുഞ്ഞ് ഇനി വന്നെന്നിരിക്കും. ഇതിപ്പം 5 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ഗ്യാരണ്ടി പറയത്തില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. അതുകൊണ്ട് നേരെ ലേബർ റൂമിൽ പോയി ഡോക്ടറെ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ലേബർ റൂമിൽ പോയി. ലേബർ റൂമിൽ പോയിട്ട് ഡോക്ടർ സ്കാൻ റിപ്പോർട്ടും എല്ലാം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, അഡ്മിറ്റ് ആവണം, നമുക്ക് അകത്ത് സ്റ്റിച്ച് ഇടണം, യൂട്രസിനകത്ത് സ്റ്റിച്ച് ഇടണം, എങ്കിലേ ഈ പ്രഗ്നൻസി നിൽക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അബോർഷൻ ആകും, വീണ്ടും കുഞ്ഞ് നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് ഒരു തുറന്നിങ്ങനെ വെളിയിലോട്ട് വരും, അത് ബുദ്ധിമുട്ടാവും, ഡെലിവറി ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ശരി, ഞങ്ങള് സ്റ്റിച്ച് ഇടാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി സ്റ്റിച്ച് ഒക്കെ ഇട്ടു. അപ്പൊ സ്റ്റിച്ച് ഇടാൻ വേണ്ടി കയറുമ്പോഴും നമ്മള് നഴ്സുമാരായതുകൊണ്ട് ഈ ഡോക്ടേഴ്സ് ഒക്കെ സംസാരിക്കുന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഇത് എത്രത്തോളം മുന്നോട്ട് പോകും, സ്റ്റിച്ച് ഇട്ടാലും എന്തായി തീരും എന്നുള്ള ഒരു ഡിസ്കഷൻ അവർ തമ്മിൽ നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അങ്ങനെ അവര് സ്റ്റിച്ച് ഇട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലോട്ട് എന്നെ ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് സ്പൈനൽ അനസ്തേഷ്യ തന്നിട്ടാണ് ഇവര് ഈ സ്റ്റിച്ച് ചെയ്തത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കാലിന്റെ ആ ഒരു മരവിപ്പൊക്കെ മാറി, എനിക്ക് ഓക്കെ ആയി. സെൻസേഷൻ ഒക്കെ വന്ന് തുടങ്ങിയപ്പോ മുതൽ എന്റെ വയറ് വലിഞ്ഞു മുറുകുന്ന പോലെ എനിക്ക് തോന്നാം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഈ ഡെലിവറിക്ക് മുമ്പായിട്ട് നമുക്കൊരു വയറുവേദന, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുമല്ലോ, അതേ വേദന ഞാൻ അനുഭവിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വയറങ്ങ് കല്ല് പോലെയായി വലിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു വേദന. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഇതൊരു യൂട്രസ് കൺട്രാക്ഷൻ ആണ് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വയറ് വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നുക. അപ്പൊ സിസ്റ്റർ എന്ന് ഡോക്ടറെ വിളിച്ചു. അപ്പൊ ഡോക്ടർ വന്നതിനെ കണ്ടേച്ച് പറഞ്ഞു, ബ്ലസ്സി, മെഡിക്കൽ സയൻസിൽ ഞങ്ങൾ പഠിച്ചതിന്റെ അങ്ങേ അറ്റം നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല, നിനക്ക് കുഞ്ഞിനെ വേണം, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കിടക്കെ കിടന്ന് കർത്താവെ യേശുപിച്ച എനിക്കൊന്നും സംഭവിക്കില്ല, എനിക്ക് കുഞ്ഞിനെ തരാമെന്ന് ദൈവമാ പറഞ്ഞ. അമേരിക്കയിൽ കിടക്കുന്ന അക്സമാം ഈ കേരളത്തിന് ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു തലമുറയെ തരും എന്നുള്ളതൊക്കെ എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്തം എന്റെ ഉള്ളിലുണ്ട്. കർത്താവ് ഈ കുഞ്ഞിനെ എനിക്ക് നഷ്ടമാകലേ ഞാൻ ഉള്ളി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡോക്ടർ ഒരു സെഡേഷന് വേണ്ടിയിട്ട് എഴുതി കുറിച്ചിട്ട് ഡോക്ടർ അങ്ങ് പോയി. ഇത്രയും വാക്കും പറഞ്ഞിട്ട് അങ്ങ് പോയി. അങ്ങനെ എനിക്ക് സെഡേഷനെ മരുന്ന് നിന്ന് ഞാൻ അങ്ങനെ ആ ഒരു മയക്കത്തിൽ അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെ കിടന്നു. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പം എന്നെ ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് വാർഡിലോട്ട് അങ്ങ് മാറ്റി. അപ്പൊ വാർഡിലോട്ട് മാറ്റി അന്ന് നൈറ്റ് കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഈ വേദനയൊന്നും അറിയാതെ ഇങ്ങനെ കിടന്നു. രാവിലെ ഒരു 10-11 മണി സമയമായപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എന്തോ വെള്ളം പോലെ എന്തോ പോകുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ പെട്ടെന്ന് അപ്പം എന്റെ അടുത്ത് ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. മമ്മിയും പപ്പയൊക്കെ വീട്ടിലോട്ട് പോയി. അപ്പൊ അന്ന് സർജറി ഒക്കെ ആയത് ഈ സ്റ്റിച്ചൊക്കെ ഇടുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ ഇടുന്നതിന്റെ ആ തിരക്കൊക്കെ ആയിരുന്നു. മമ്മിയും പപ്പയും 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഓപ്പറേഷൻ സർജറി എന്ന് വെച്ചാൽ ഈ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ മമ്മിയൊക്കെ ശരി വീട്ടിലോട്ട് പൊയ്ക്കോ, വീട്ടിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുന്നുള്ള രീതി ഞാൻ അവരെ എല്ലാം പറഞ്ഞു കേട്ടോ. അപ്പൊ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്റെ കൂടെ.
അപ്പൊ ഞാനും പറഞ്ഞു ശേഷം എനിക്കിങ്ങനെ എന്തോ വെള്ളം പോലെ പോകുന്നുണ്ട്, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് സിസ്റ്ററെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് വന്ന് നോക്കിയപ്പം ചെറിയൊരു ലീക്കിങ് പോലെ ഉണ്ട്. അപ്പൊ ഇവര് ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഡോക്ടർ വിളിച്ച് എന്നെ വാടി വന്ന് കാണാനൊന്നും നിന്നില്ല. ഡോക്ടർ പറഞ്ഞു നേരെ ലേബർ റൂമിലോട്ട് അങ്ങ് കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എപ്പോ വേണമെങ്കിലും എനിക്ക് ഡെലിവറി നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, കുഞ്ഞിനെ കിട്ടത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അവർ ആ ഒരു രീതിയിലാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ എന്നെ പെട്ടെന്ന് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ലേബർ റൂമിൽ കൊണ്ടുപോയി അവര് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ബ്ലസ്സി നിനക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കിംഗ് ആണ്, അപ്പൊ നമുക്ക് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ ഒക്കത്തില്ല, ഞങ്ങൾ മരുന്ന് വെച്ച് കുഞ്ഞിനെ എടുത്ത് കളയുവാന്ന് പറഞ്ഞു, അബോർഷൻ ചെയ്യുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒരു കാരണവശാലും ചെയ്യരുത്, എനിക്ക് ഈ കുഞ്ഞിനെ വേണം, എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, എന്റെ കുഞ്ഞ് ഇപ്പോഴും വയറ്റിനകത്ത് കിടന്ന് നല്ലോണം അനങ്ങുന്നുണ്ട്, എന്റെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വലിയവായി കരഞ്ഞു. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, ബ്ലസ്സി നീ ഒരു നേഴ്സാണ്, അപ്പൊ നിനക്കറിയാം ഈ കുഞ്ഞിനെ വയറ്റിൽ ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചാല് കുഞ്ഞ് വയറ്റിനകത്ത് കിടന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒന്നും ഇല്ലാതെ കുഞ്ഞ് മരിച്ചു പോകും. മരിച്ചു പോയാൽ നീ അറിയത്തില്ല, കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിക്കുന്നതൊന്നും നിനക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ കുഞ്ഞ് വയറ്റിനകത്ത് തന്നെ ഇരുന്ന് മരിച്ചു പോയിട്ട് അത് ഇൻഫെക്ഷൻ ആകും, പിന്നെ യൂട്രസ് പോലും എടുത്തു കളയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു മാർഗം. ഇപ്പൊ നിനക്കൊരു 24 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, ഇനിയും നിനക്ക് ഏജ് ഉണ്ട്, ഇനിയും നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരാം, അതുകൊണ്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യണ്ട, ഞങ്ങൾ അബോർഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ ഒരു കാരണവശാലും ഞാൻ അതിന് സമ്മതിക്കത്തില്ല. അങ്ങനെ ഡോക്ടർ എന്ന് അച്ഛനോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കിംഗ് ഉണ്ട്, ഇപ്പൊ നമുക്ക് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ ഒക്കത്തില്ല, ഇട്ടിരിക്കുന്ന സ്റ്റിച്ച് എടുത്തിട്ട് ഞങ്ങള് കുഞ്ഞിനെ മരുന്ന് വെച്ച് ഡെലിവറി ചെയ്ത് ഇങ്ങനെ എടുക്കുക, അബോർഷൻ ചെയ്യുക എന്നാണ്. അപ്പൊ ഡോക്ടറോട് അച്ഛൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് ഒരു 24 മണിക്കൂർ സമയം തരണം, അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് തീരുമാനം എന്താണെങ്കിലും എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരോടും പറഞ്ഞു. എന്റെ പപ്പായും മമ്മിയും വീട്ടിലോട്ട് ചെന്ന് അവര് അന്നേരം വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല. അപ്പൊ അതിനിടയിലല്ല ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു. പപ്പായും മമ്മിയും വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ലീക്കിംഗ് ആയി, പെട്ടെന്ന് ലേബർ റൂമിലേക്ക് കയറ്റി. അവരപ്പം ഇങ്ങനെ ഒരു ഡിസിഷൻ പറയാറ്, പപ്പായും മമ്മിയും വീട്ടിൽ നിന്നോണ്ട് കൈ കോർത്ത് പിടിച്ച് കർത്താവേ ഈ തലമുറയെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇടവരല്ലേ കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ദൈവദാസന്മാരും, ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരും ശക്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ 24 മണിക്കൂർ സമയം ഞങ്ങൾക്ക് തന്നു. പിന്നീട് റിപ്പീറ്റ് സ്കാനിങ്ങിന് വിട്ടു. സ്കാനിങ്ങിന് വിട്ടപ്പം അമ്നിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് കുറവ് വന്നിട്ടുണ്ട്, പക്ഷെ ലീക്കിങ് സ്റ്റോപ്പ് ആയി അവിടെ വെച്ച്, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷെ കണ്ടിന്യൂസ് ഒരു ബെഡ് റിഡൻ പേഷ്യന്റ് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ കിടക്കണോന്ന് പറഞ്ഞു. എനിക്ക് ബാത്റൂമിൽ എഴുന്നേറ്റ് പോകാൻ ഒക്കത്തില്ല, മൂത്രം ഒഴിക്കാനോ ഒന്നിനും എനിക്ക് പറ്റത്തില്ല, എല്ലാം കിടക്കേ കിടന്നുകൊണ്ട് തന്നെ കാല് പൊക്കി വെച്ച് തല ഭാഗം താത്ത് വെച്ച് അങ്ങനെ കണ്ടിന്യൂസ് കിടക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിനിടയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഛർദിലുണ്ട്, എനിക്ക് ഒന്നും കഴിക്കാൻ വയ്യാത്ത സാഹചര്യം. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ബെഡ് റിഡൻ പേഷ്യന്റ് കിടക്കുന്ന പോലെ ഞാൻ അങ്ങനെ കിടന്നു. ആ കിടക്കയെ തന്നെ എല്ലാം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. കുറെ അങ്ങോട്ട് കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് 7-ാം മാസം ആകാറായപ്പോഴത്തേക്ക് എനിക്ക് ഷുഗറിന്റെ ബുദ്ധിമുട്ട് വന്നിട്ട് വീണ്ടും എനിക്ക് ശരീരത്തിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയി. പിന്നെ ആ ഒരു 8-9 മാസം വരെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു അകത്ത്. അങ്ങനെ പിന്നീട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു നോർമൽ ഡെലിവറി നടക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഡോക്ടേഴ്സ് ഒക്കെ 4.5 മാസത്തിൽ 5 മാസമായപ്പോ എന്നോട് പറഞ്ഞു ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയാൻ പറഞ്ഞു. പക്ഷെ വിശ്വസ്തനായ ദൈവം, വാക്ക് പറഞ്ഞ ദൈവം ഒരു കുഴപ്പവും കൂടാതെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നു. അന്ന് ഡെലിവറി ആയപ്പം ഡെലിവറിക്ക് മുന്നേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കുഞ്ഞിന് വെയിറ്റ് ഉണ്ടോ. കാരണം എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ആകപ്പാടെ ഞാൻ 5-6 കിലോയെ വെയിറ്റ് വെച്ചിട്ടുള്ളൂ. നോർമലി ഒരു 10 കിലോയെങ്കിലും വെയിറ്റ് എങ്കിലും നമുക്ക് വേണം ആ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ 9 മാസം വരെയുള്ള സമയത്ത്. എനിക്ക് വെയിറ്റേ വെക്കുന്നില്ല, കാരണം എപ്പോഴും ഇങ്ങനെ ഛർദിൽ, ഒന്നും കഴിക്കാൻ വയ്യാത്ത സാഹചര്യം. പക്ഷെ കുഞ്ഞിന് 3.1 ഉണ്ടായിരുന്നു ഡെലിവറി ചെയ്ത സമയത്തുള്ള വെയിറ്റ്. അത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു, അത്രത്തോളം ദൈവം കരുതി. നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നു. പിന്നീട് ഞങ്ങളുടെ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ ഡെലിവറി ചെയ്ത് കർത്താവ് ഞങ്ങൾക്ക് തന്നു. പിന്നീട് ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ വീണ്ടും ആക്റ്റീവായിട്ട് അങ്ങനെ നിന്നു. ഊക്കോടുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരുന്നു. അങ്ങനെ ഊക്കോടുന്ന സ്ഥലത്ത് ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ച ഉണ്ടായിരുന്ന സ്ഥലം പ്രത്യേക ഒരു സാഹചര്യത്തിൽ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥന് അത് വിൽക്കേണ്ടി വന്നു.
അപ്പൊ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ കാലഘട്ടം കൂടാ. അപ്പൊ ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. കോവിഡും ആണ്, ചർച്ചിന്റെ സ്ഥലവും ഇങ്ങനെ ആ ഒരു സ്ഥലവും വിറ്റുപോയപ്പം ഞങ്ങളും ഉണ്ട്, 3 ആന്റിമാരും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്തോ ചെയ്യും കർത്താവെ, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പൊ കോവിഡിന്റെ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആരും ഒരു സ്ഥലവും വാടകയ്ക്ക് പോലും കൊടുക്കുന്നില്ല, റെന്റിനൊന്നും ഒരു സ്ഥലവും കൊടുക്കുന്നില്ല. എവിടെയെങ്കിലും ലീസിന് എടുക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെയും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങള് വളരെയധികം ബുദ്ധിമുട്ടി, ഞാനും അച്ഛനും ഞങ്ങൾ ആ 3 ആന്റിമാരും കൂടെ, കർത്താവെ അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്ക് ആരാധന നടത്തണം, ഞങ്ങൾ എവിടെ പോകും, എങ്ങോട്ട് പോകും, ഒന്നും അറിയത്തില്ല. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ആ സമയത്ത് ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അതിൽ ഒരാളോടാണ് അക്സമം. അക്സമാമിനെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ വേലയിൽ ഞങ്ങളെ കൈത്താങ്ങിയതിൽ ഞങ്ങൾ നന്ദിയും പറയുന്നു ഇതോടൊപ്പം. അങ്ങനെ ഞങ്ങൾ ലീസിന് ഞങ്ങളുടെ ചർച്ചിൽ തന്നെ വരുന്ന ഒരു ആന്റിയുടെ വീടിന്റെ മുകളിൽ ഞങ്ങൾ ലീസിന് ഒരു ശരിക്കും പറഞ്ഞാൽ 4 കമ്പ് വെച്ചിട്ട് ഈ അതിന്റെ സൈഡ് 4 സൈഡിലും ഗ്രീൻ ഷീറ്റ് വിരിച്ചിട്ട് ഒരു ടർപ്പായും വലിച്ചു കെട്ടി, അങ്ങനെ ഞങ്ങൾ ആരാധന തുടങ്ങാമെന്ന് വിചാരിച്ച സ്ഥാനത്ത് നല്ല സൗണ്ട് പ്രൂഫ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഒരു ആരാധനാലയം പണിതെടുക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങള് പണിയെല്ലാം പൂർത്തീകരിച്ചു. ആ ചർച്ചിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു, ഒരു AC ഒക്കെ വെച്ച്. അങ്ങനെ ചർച്ച ഓരോ ദിവസം ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വന്നു. പെട്ടെന്നൊരു സമയത്ത് ഒരു രാത്രി 2 മണി 3 മണി വെളുപ്പാങ്കാലം ആയ സമയത്ത് ഞങ്ങളുടെ ചർച്ചിന് തൊട്ടടുത്തുള്ള ഒരു ഒരു മോൻ വന്നിട്ട് മദ്യപിച്ചിട്ട് ചർച്ചിനകം മൊത്തം അടിച്ചു പൊട്ടിച്ചു. ഞങ്ങള് ആ ഒരു വീടിന്റെ മുകളിലാണ് ഈ ഒരു തൽക്കാലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം ജിപ്സം ബോർഡ് പോലത്തെ ഇതൊക്കെ വെച്ചിട്ടാണ് ഭിത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്തതല്ല. അപ്പൊ അതെല്ലാം അടിച്ചു പൊട്ടിച്ചു. സ്പീക്കർ ബോക്സ് എല്ലാം അടിച്ചു പൊട്ടിച്ച്, മൈക്കും എല്ലാം, ആ ചർച്ചിനകത്ത് ഉണ്ടായിരുന്ന AC ഒഴിച്ച് ബാക്കി എല്ലാം അടിച്ചു പൊട്ടിച്ച് മൊത്തം തകർത്തിട്ടു. പക്ഷെ ആ സമയത്ത് ഞങ്ങളോട് എല്ലാരും പറഞ്ഞു ആ മകനെ എതിരെ കേസ് കൊടുക്കണം. ഭയങ്കര ഒരു വലിയൊരു സംഭവമായിട്ട് അതങ്ങ് മാറി. എല്ലാവരും അറിഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു കേസ് കൊടുക്കണം, കേസ് ഫയൽ ചെയ്യണം, എന്നാലേ ഇവരൊക്കെ ഇനിയും നമുക്കെതിരെ ആക്രമണങ്ങളൊന്നും ചെയ്യാതിരിക്കത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ കേസിനൊന്നും പോകുന്നില്ല, ഞങ്ങൾക്ക് അവനെ കൂടെ നേടേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ആ പൈതല് ഞങ്ങളെ കാണുമ്പോൾ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ആ മകന്റെ ഉള്ളിൽ ഒരു വലിയ വിഷമം ഉണ്ടായിട്ട് ഞങ്ങളോട് വന്ന് ക്ഷമ ചോദിച്ചു, പാസ്റ്ററെ ആ സമയത്ത്, ആ മദ്യപിച്ച സമയത്ത് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അങ്ങനെല്ലാം ചെയ്തത്, എന്നോട് ക്ഷമിക്കണം എന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ക്ഷമ പറയാനിടയായി. ഇപ്പോഴും ഞങ്ങളെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ ആ മകൻ ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നി. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഇപ്പോഴും ഞങ്ങള് സന്തോഷത്തോടെ ആയിരിക്കുന്നു. പിന്നെ അതിനുശേഷം രണ്ടാമത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടെ തന്നു, ഒരു മോളാണ്. ആ പ്രഗ്നൻസി സമയത്തൊക്കെ ഞാൻ ആദ്യം എന്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ആദ്യത്തെ പ്രഗ്നൻസി മൊത്തത്തിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു സമയത്ത് കർത്താവ്, ഞാൻ അപ്പൊ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, അപ്പം ജോലിക്കും പോകണം, എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം, എനിക്ക് എഴുന്നേറ്റ് നടന്ന് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യാതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ ഒരു പ്രഗ്നൻസി എനിക്ക് നന്നായി തരണേന്ന് ഞാൻ ദൈവത്തോട് നേരത്തെ പ്രാർത്ഥിച്ചു. അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഷുഗറിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറയും കൂടുകയും. പക്ഷെ എന്നാലും വേറെ ഒരു കോംപ്ലിക്കേഷനോ ഒരു ബുദ്ധിമുട്ടോ ഇല്ലാതെ വണ്ണം കർത്താവ് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ തരുവാനിടയായി. അങ്ങനെ ഇതാണ് എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. ദൈവം എന്റെ ജീവിതത്തില് വലിയ അത്ഭുതങ്ങളാണ് ചെയ്തത്. മെഡിക്കൽ സയൻസ് എനിക്ക് വിധി എഴുതിയത് ഒരിക്കലും സാധ്യമല്ല, ഇതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് എനിക്ക് ഒരു വലിയ സൗഖ്യം. അന്ന് എനിക്ക് ആ ഒരു ഡോക്ടറിന്റെ ആ ഒരു TMM, തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ അഡ്മിറ്റ് ആയിരുന്നത്. അപ്പം അന്ന് ആ ഡോക്ടറിന്റെ ഒരു വലിയൊരു ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നെ നോക്കാനായിട്ട്. അപ്പം അതിന്റെ ഏറ്റവും ഹെഡായ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു വെള്ളം നിറച്ച ബലൂണിനകത്ത് ഒരു സേഫ്റ്റി പിൻ വെച്ച് ചെറിയൊരു ഹോൾ ഇട്ടാൽ എങ്ങനെയാ ആ ഹോളിനകത്തൂടെ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും എന്റെ മോനെ ഞാൻ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. അതൊരിക്കലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് ദൈവം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നു. കർത്താവ് എന്നെ കരുതി. നിസാരമാകുന്ന ആഗ്രഹങ്ങളെ പോലും എന്റെ ദൈവം കണ്ടിട്ട് എനിക്ക് വേണ്ടി പലരിലൂടെ വഴി തുറന്ന് എനിക്ക് ചെയ്തു തന്നു. ആ ദൈവത്തിന് ഞാൻ സകല മഹത്വവും സ്തുതിയും ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഒരു 2 വരി പാട്ടോടെ പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ നടത്തും ആ പൊന്നോ കരമോ,
ഒരു നാളിലും കൂറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്ന പാസ്റ്ററങ്ങളോടും ആന്റിയോടും, പ്രത്യേകിച്ച് ഇങ്ങനെ ടെസ്റ്റ് മണി പറയാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക, എനിക്ക് ഈ ഒരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന അക്സമാമിനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. താങ്ക് യു മോളെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായിരുന്നു. നമ്മുടെ കർത്താവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. അതെ അതെ എല്ലാ നമ്മൾ പാടുമല്ലോ, സാധ്യമേ എല്ലാം സാധ്യമേ, അതെ ദൈവത്താൽ അതെ എല്ലാം സാധ്യമാണ്. അതെ നമ്മുടെ ചെറിയ ആവശ്യങ്ങൾ, നമ്മൾ ഹൃദയത്തിൽ അല്ലെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ചിലപ്പോൾ നമുക്കത് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ അവരും ചിന്തിക്കും, ഇത്ര ചെറിയ ആഗ്രഹമൊക്കെയാണോ നീ പ്രാർത്ഥിക്കുന്നല്ലേ. അങ്ങനെയുള്ള ആ ചെറിയ നമ്മുടെ ആഗ്രഹങ്ങൾ പോലും അറിഞ്ഞ് നമുക്ക് വേണ്ടി അതിന് മറുപടി തരുന്നൊരു കർത്താവ്, നല്ല പിതാവ് നമുക്കുണ്ട്. നമ്മൾ അതെ ഓരോ നമ്മളെ ദിവസം നന്നായി അറിയുന്ന അതെ ഒരു അതെ ദൈവമാണ് നമ്മുടെ ദൈവം. തീർച്ചയായും നമ്മളൊക്കെ ഞാൻ ചിന്തിക്കും പലപ്പോഴും നമ്മളെ നന്നായിട്ട് അറിയാവുന്ന പറയുന്ന നമ്മുടെ ബന്ധുക്കാരായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ അവരെക്കാളൊക്കെ ഉപരി നമ്മളെ നന്നായിട്ട് നമ്മുടെ കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും അറിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു തന്നെയാണ്. അത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. ഞാൻ ഇന്ന് ജീവിക്കുന്ന ഒരു സാക്ഷിയാണ്. തീർച്ചയായും മെഡിക്കൽ സയൻസ് അസാധ്യം എന്ന് പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ദൈവം സാധ്യമാക്കി തന്നു. അതുപോലെ തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ എന്റെ പപ്പായോടും മമ്മിയോടും പറയുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും കർത്താവ് കണ്ട്, ഞാൻ അങ്ങോട്ട് ആരോടും പോയി ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് ബ്ലെസ്സി നിനക്കത് തരട്ടെ, വാങ്ങിച്ചു തരട്ടെ, അല്ലെ ഗിറ്റാർ വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിക്കുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് തന്ന ഒരു ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ്. ആമേൻ. അതുകൊണ്ട് നമ്മളെ കേൾക്കുന്ന അനേക പ്രിയമുള്ളവരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താവശ്യവും, ചിലപ്പോൾ ചെറിയ ആവശ്യമായിരിക്കാം, വലിയ ആവശ്യമായിരിക്കാം, എന്താവശ്യം ഉണ്ടെങ്കിൽ അത് ഏത് സമയത്തും നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ പോയി നിങ്ങൾക്ക് പറയാൻ കഴിയും. അതിന് തക്ക സമയത്ത് കർത്താവ് മറുപടി തരും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ഇവിടെ ഡോണാമോള് സൈക്കോളജി, BSc സൈക്കോളജിയാണ് പഠിക്കുന്നത്. അന്നേരം സാറ്റർഡേ വരെ ഡോണാമോൾക്ക് ക്ലാസ് ഉണ്ട്. അന്നേരം ഫസ്റ്റ് ഇയർ കഴിഞ്ഞ്, ഞാൻ ആ ഫസ്റ്റ് ഇയറിൻ്റെ സമയത്തൊക്കെ ഞാൻ ആഗ്രഹിച്ച് സാറ്റർഡേ സൺഡേ ചുട്ടി, സൺഡേ ഓൾറെഡി ചുട്ടി അവധിയാ. അന്നേരം സാറ്റർഡേയും കൂടെ കിട്ടുവാണെങ്കിൽ നല്ലേ, അവർക്ക് ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയുമല്ലോ, ഫ്രീ ആവുമല്ലോ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച്, അങ്ങനെ മനസ്സിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചോ അറിയത്തില്ലെങ്കിൽ ആഗ്രഹിച്ച് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച്, കഴിഞ്ഞ ദിവസം നമ്മുടെ ടൈം ടേബിൾ വന്നപ്പം അവർക്ക് ഈ വർഷം സാറ്റർഡേയും അവധിയാന്ന് ടൈം ടേബിൾ ഒരുവിടെ. അന്നേരം ഞാൻ ഒരു ദൈവം, നമ്മുടെ ചെറിയ ആഗ്രഹം മറ്റുള്ളവർക്ക് തോന്നുന്നത് ചെറുതായിരിക്കും, എങ്കിലും അതുപോലും അറിഞ്ഞ് നമുക്ക് വേണ്ടി കർത്താവ് അവിടെ അത്ഭുതം ചെയ്യുന്നൊരു കർത്താവാണ് നമുക്കുള്ളത്. അതുപോലെ മോള് പ്രഗ്നൻസിയുടെ സമയത്തെ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം അതുപോലെ തന്നെയായിരുന്നു. കാരണം ഞാൻ എനിക്ക് പ്രഗ്നൻസിയിൽ മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് ചിക്കൻ ബോക്സ് വന്നായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞ് അബോർട്ട് ചെയ്ത് കളയണം, അല്ലെ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഒന്നി കാല് കാണത്തില്ല, അല്ലെ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ റിസ്ക് ഒന്നും എടുക്കരുത്, എന്തുമായാലും ഇതിനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. നോർമലായിട്ടുള്ള കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു, ഡോക്ടറോട് പറഞ്ഞ്. നമ്മൾ മറ്റുള്ളവരോട് കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറയും, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്ന് പറയും. നമ്മുടെ ജീവിതത്തിലൊരു കാര്യം വരുമ്പോൾ നമ്മളത് വിശ്വസിക്കാനോ അതിൽ മുന്നോട്ട് പോകാനൊന്നും നമ്മൾ തയ്യാറായില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് എന്തോ ഒരു സാക്ഷ്യമായി തീരുന്നത്. ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ഞങ്ങളങ്ങനെ ചെയ്യത്തില്ല, കർത്താവ് എന്ത് തന്നാലും ഞങ്ങൾ സ്വീകരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോട് പ്രഗ്നൻസി എല്ലാം പൂർത്തിയായി. അവസാനം സിസേറിയനായിരുന്നു. സിസേറിയൻ കഴിഞ്ഞപ്പോൾ തന്നെ അനസ്തെറ്റിസ്റ്റ് എന്നോട് ചോദിച്ച്, സാൻഡി എല്ലാം ഓക്കെ ആയി, മോനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനാ, എനിക്കറിയാമെന്ന് പറഞ്ഞു. അത്ര നമ്മൾ പകുതിയേ ഉള്ളൂ കോൺഷ്യസ് എങ്കിലും ഞാൻ പറയാം. എന്നിട്ട് ഡോക്ടറോട് ചോദിച്ച്, സാറേ പിന്നെ എന്തെങ്കിലും കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അന്ന് ചോദിച്ചാൽ എന്താ അങ്ങനെ ചോദിച്ചേ, കുഞ്ഞിന് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതുപോലെ ചിക്കൻ ബോക്സ് വന്നായിരുന്നു. നമ്മുടെ മനസ്സിൻ്റെയൊക്കെ ഉള്ളിലൊരു അന്നേരം ഒരു ടെൻഷനാണ്, എന്തെങ്കിലും കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാം ശരിയെങ്കിലും ചെറിയൊരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ, നമ്മൾ അമ്മമാരാണല്ലോ, നമുക്ക് ടെൻഷൻ കാണും. എന്നാൽ ഡോക്ടറിന് ഒരു പ്രശ്നവും ഇല്ല, നോർമലായ ഒരു കുഞ്ഞിനെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വലിയൊരു അത്ഭുതം അന്ന് കാണുവാൻ ദൈവം സഹായിച്ചു. ഇന്നുവരെ ഓരോരോ അത്ഭുതങ്ങളിൽ കൂടി കർത്താവ് നടത്തും. നമ്മുടെ കർത്താവ്
അസാധ്യങ്ങളെ സാധ്യമാക്കി അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. ആ സാക്ഷ്യമാണ് നമ്മൾ പ്രിയ ബ്ലെസ്സിൽ നിന്ന് കേട്ടത്. അതെ. അതെ അതെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം മോളെ, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ആ, ആ ഇത്രയും തന്നെയാണ് എന്റെ അതെ ചിന്തയിൽ. അതെ, ഈ സമയത്ത് ഞങ്ങൾ അക്സയോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ആന്റി ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ. എന്നോട് മാക്സിമം പണ്ടേ പറയുന്നു മണി ഈ ടെസ്റ്റ് വഴിയൊക്കെ പറയണം പറയണം അതെ പറയണം, പക്ഷെ എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയണോന്ന് അറിയത്തില്ല. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ വന്നിരുന്ന് പറയുന്നത്. അതെ അതെ, പക്ഷെ ദൈവം ചെയ്ത ഉപകാരം നമുക്ക് പറയാതിരിക്കാനും തീർച്ചയായും ഒക്കത്തില്ല. കാരണം ഇതൊക്കെ തീർച്ചയായും. ഭയങ്കര ഒരു ദൈവത്തിന്റെ അത്ഭുതമാണ്, മിറക്കിളാണ് ഇതൊക്കെ. അന്ന് അത്രത്തോളം ഞാൻ ആ കോംപ്ലിക്കേഷനിൽ കൂടെ ഒക്കെ പോയി ശരിക്കും പറഞ്ഞ ഒരു ബെഡ് റിഡൻ പേഷ്യന്റ് കിടക്കുന്ന പോലെ കിടന്ന് അബോർഷൻ ചെയ്ത് കളയണോ എന്ന് പറഞ്ഞ സ്ഥാനത്ത്. കാരണം ഒരു ഹോപ്പും അവര് പറയുന്നില്ല. അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 26 ആഴ്ചയെങ്കിലും ആയെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുത്തു തരായിരുന്നു. പക്ഷെ ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയിപ്പോയി, ഞങ്ങളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ദൈവം നല്ലൊരു കുഞ്ഞിനെ, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ, ഒരു വൈകല്യവും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നത്. അപ്പൊ തീ- അതൊക്കെ പറയാതെ എങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കും, അതെ ഇത്രയും ദൈവം അത്ഭുതം ചെയ്തപ്പോൾ. തീർച്ചയായും. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി പറയുമ്പോ എന്നെ പോലെയുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്ന ഒരുപാട് പേര് കാണും. തീർച്ചയായും. ഇതുപോലെ തലമുറകളെ ഓർത്ത് വിഷമിക്കുന്നവര് കാണും, അവരുടെ വിഷയങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ കാണും. അപ്പൊ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, ഞാനൊരു ജീവനുള്ള സാക്ഷിയായിട്ടിരിക്കുമ്പോ എന്റെ ടെസ്റ്റ് മണി പറഞ്ഞാലേ അവർക്കും വിശ്വാസത്തിൽ ഒന്നുകൂടെ മുന്നേറാനും ദൈവം കരുതുമെന്ന ആ ചിന്തയൊക്കെ അവർക്കും ഉള്ളിൽ വരത്തുള്ളൂ. ആമേൻ. അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ടെസ്റ്റ് മണി പറയാനുള്ള ഒരു ദൈവകൃപ തരണം, എനിക്കിങ്ങനൊന്നും പറഞ്ഞ് അറിയത്തില്ല യേശുവിച്ച, എങ്ങനെ പറയണോന്നൊന്നും അറിയത്തില്ല. അപ്പൊ അന്ന് തൊട്ടേ മനസ്സിൽ ഇങ്ങനെ ഓർത്തോർത്ത് എങ്ങനെ പറയണം എന്തൊക്കെ പറയണം എന്നുള്ള ചിന്തിച്ച് അങ്ങനെ ഇന്നൊരവസരം ദൈവം ഒരുക്കി തന്നു. പിന്നെ എന്റെ പപ്പയുടെ മമ്മിയുടെയും ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്കും ഒരു സന്തോഷം. അവരെ കരുതിയ ദൈവം, ആ തലമുറയായിട്ട് കരുതുന്ന നമ്മുടെ സങ്കേതമാണ് നമ്മുടെ ദൈവം. അതെ, പിതാക്കന്മാരെ കരുതിയിട്ടുണ്ട്, ഉറപ്പായിട്ടും നമ്മളെയും നമ്മളെ കരുതും. കരുതി. ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതെ. കർത്താവ്. പപ്പാടെ മമ്മിയുടെ എന്തെങ്കിലും അനുഭവങ്ങൾ മോക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയാം, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. പപ്പാടെയും മമ്മിയുടെ എന്റെ ഓർമ്മയിൽ ഇതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്റെ ബ്രദറിന്റെ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഫീസ് അടയ്ക്കാനില്ലാതൊരു സമയത്ത് ഇങ്ങോട്ട് വന്ന് കൊടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് ക്ലിയർ ആയിട്ട് അറിയാത്തതുകൊണ്ട് പറഞ്ഞ എങ്ങനെ ആവുമെന്നും അറിയത്തില്ല. ഓക്കെ മോളെ, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിലപ്പം പറയുന്നത് നമുക്ക് ഒന്നും ചെറിയ സാക്ഷ്യമായിരിക്കും, ചെറിയ അനുഭവമായിരിക്കും. പക്ഷെ അതെ അത് അതെ നമ്മളെ അനേകർ കേൾക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അത് അവർ ചിലപ്പോൾ നിരാശയിലായിരിക്കും ഇത് കേൾക്കുന്നത്, തകർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഈ സാക്ഷ്യം അവർ ഒത്തിരി അവരെ ബലപ്പെടുത്തുവാനിടയാകും. മോടെ ജീവിതത്തിൽ പ്രവർത്തിച്ച കർത്താവ് തീർച്ചയായും അവരുടെ ജീവിതത്തിലും പ്രവർത്തിക്കുമെന്നുള്ളൊരു വിശ്വാസം അവരുടെ ജീവിതത്തിലും അവരെ ഉറപ്പാക്കുവാൻ ദൈവം ഇടയാക്കും. ഇപ്പോൾ 2 ആഴ്ച ഞങ്ങൾ നാട്ടിലായിരുന്നു. അന്നേരം ഞങ്ങൾ 2 വിവാഹത്തിനൊക്കെ പങ്കെടുത്തപ്പോൾ അനേകർ വന്ന് നമ്മുടെ ചാനൽ കാണുകയും സാക്ഷിയൊക്കെ അനുഗ്രഹമായെന്നൊക്കെ പറയണേ. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നമ്മൾ ചെയ്യുന്ന ഈ അതെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നല്ലോ എന്ന് അവർ വന്ന് നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകും. കാരണം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി കർത്താവ് തീർക്കുന്നല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുവാനിടയെ. അതുപോലെ മോടെ സാക്ഷി അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹ വിടുതലുമായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ കാണുന്നുണ്ട്. പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവായി യേശുപ്പിച്ച ഈ സമയത്ത് കർത്താവെ, അടിയന്റെ ടെസ്റ്റ് മണി കർത്താവെ ആസാദി ചാനലിലൂടെ പറയുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ ദൈവദാസനെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുപ്പിച്ച അടിയന്റെ സാക്ഷ്യം, അടിയന്റെ ജീവിതത്തിൽ യേശുപ്പിച്ചൻ ചെയ്തു തന്ന ഉപകാരങ്ങൾ കർത്താവെ, അത്ഭുതങ്ങൾ, മെഡിക്കൽ സയൻസ് പോലും വിധി എഴുതിയതിനെ മാറ്റി എഴുതി ഇന്നയോളം ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് കാണിച്ചു തരത്തക്ക വിധത്തിൽ എന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ കർത്താവെ ടെസ്റ്റ് മണിയായിട്ട് കർത്താവെ ഇന്ന് പറയുവാൻ ഒരു അവസരം തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ടെസ്റ്റ് മണി കർത്താവെ അനേകർക്ക് കർത്താവെ അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ കർത്താവെ. യേശുവിനെ അറിയാത്തവരായി ആരെങ്കിലും ഈ ടെസ്റ്റ് മണി കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയട്ടെ കർത്താവെ. ഞങ്ങളുടെ ഈ ചാനൽ കർത്താവെ അനേകർക്ക് കർത്താവെ വിടുതലും അനുഗ്രഹവും കാരണമായി തീരട്ടെ കർത്താവ്. ഇനിയും ഒരുപാട് പേർ കർത്താവെ ടെസ്റ്റ് മണി പറയുവാനും അതിലൂടെ ക്രിസ്തേശുവിന്റെ സ്നേഹത്തെ ഘോഷിപ്പാൻ തക്കവണ്ണം ഒരു അവസരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ദൈവമേ, ആരെങ്കിലും കർത്താവെ ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്റെ ടെസ്റ്റ് മണി കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ കർത്താവെ ഒരു പക്ഷെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരായിരിക്കാം കർത്താവെ, അതുമല്ല എങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ തലമുറയുടെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരായിരിക്കാം കർത്താവെ. ഏത് വിഷയമായിരുന്നാലും കർത്താവെ, പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ട് എന്ന് അറിഞ്ഞ് യേശുപ്പച്ചന്റെ വിടുതൽ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് വഴിയൊരുക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവെ. ഇന്നയോളം ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഇനിയും അവസരങ്ങൾ നൽകി തരണം. ഇനിയും അനേക അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. താങ്ക് യു മോളെ. ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മൾ അനേകർ വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരോടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.